അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് റമദാൻ 27 വെള്ളിയാഴ്ച. ഇന്നേക്ക് ഞങ്ങളുടെ ഉപ്പ മരണപ്പെട്ടിട്ട് 11 വർഷം തികയുന്നു. ഇതുപോലുള്ള ഒരു വെള്ളിയാഴ്ച ജുമുഅയുടെ സമയത്താണ് ഞങ്ങളുടെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉമ്മയും ഇന്ന് ഖബറിലാണ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. കഴിയുന്നവർ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുക. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റ് ബന്ധുമിത്രാദികൾക്കും റബ്ബ് പുറത്തു കൊടുക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. പ്രാർത്ഥന ഒരു മുഅ്മിനിൻ്റെ ആയുധമാണെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്നാൽ എല്ലാത്തിനും അല്ലാഹു ഇജാബത്ത് നൽകുന്നില്ല. അതുപോലെ പല രീതിയിലും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഉത്തരം കിട്ടാത്ത പ്രയാസത്തിലാണ് നമ്മിൽ ഭൂരിഭാഗവും. എന്നാൽ ഇനി പറയുന്ന 5 വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക സമയങ്ങളിൽ ദുആക്ക് ഉടനടി അല്ലാഹു തആല ഉത്തരം നൽകുന്നതാണ്. ആ 5 വിഭാഗവും ആ സമയങ്ങളും ഏതാണെന്ന് നോക്കാം. ഈ പറയുന്ന 5 വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ ആ പ്രത്യേക സമയങ്ങളിൽ അല്ലാഹുവിനോട് എന്ത് തന്നെ ചോദിച്ചാലും അല്ലാഹു ഉടനടി പ്രതിഫലം നൽകുന്നതാണ്. ഈ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി നമ്മൾ കാണുകയും പേടിയോടുകൂടി മനസ്സിൽ ഉൾക്കൊള്ളുകയും വേണം. ഈ 5 വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരായി നമ്മൾ വല്ലതും പ്രവർത്തിക്കുകയോ മറ്റോ ചെയ്താൽ അവരുടെ പ്രാർത്ഥന നമുക്ക് എതിരായി ഫലിക്കുക തന്നെ ചെയ്യും. അതിനാൽ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 5 വിഭാഗത്തിലെ ഒന്നാമത്തെ വിഭാഗം എന്നത് ഹജ്ജ് ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന, അതായത് ഹജ്ജാജിയുടെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കുന്നതാണ്. അവർ ഹജ്ജിനായി പുറപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്നതുവരെയുള്ള സമയമാണ് പറയുന്നത്. അവൻ ചോദിക്കുന്ന ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അതിന് അവന് അല്ലാഹു തആല ഉടനടി പ്രതിഫലം നൽകുന്നതാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം യുദ്ധത്തിനായി പുറപ്പെട്ട യോദ്ധാവ് യുദ്ധത്തിൽ നിന്നും വിരമിച്ച് വീട്ടിൽ തിരിച്ചെത്തുന്നതുവരെയുള്ള സമയത്തിലുള്ള പ്രാർത്ഥനക്കും ഉടനടി പ്രതിഫലം ലഭിക്കുന്നതാണ്. മൂന്നാമതായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വിഭാഗം, അത് ഇന്നത്തെ കാലത്ത് വളരെയധികം പേടിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഭാഗമാണ്. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്കും അല്ലാഹു ഉടനടി ഇജാബത്ത് നൽകുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ വെറുതെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രയാസപ്പെടുത്തി ആ പ്രയാസപ്പെടുത്തുന്ന സമയങ്ങളിൽ അവൻ അല്ലാഹുവിനോട് എന്ത് തന്നെ ചോദിച്ചാലും പറഞ്ഞാലും അല്ലാഹു ഉടനടി പ്രതിഫലം നൽകും. എന്നാൽ അവൻ നമുക്ക് എതിരായാണ് ദുആ ചെയ്യുന്നത് എങ്കിൽ അത് നമ്മുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കുന്നതാണ്. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മേക്കാൾ താഴേക്കിടയിലുള്ളവരെ വളരെ ചെറിയ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ പ്രയാസപ്പെടുത്തുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക. അവൻ്റെ മനസ്സിൽ എന്ത് തന്നെ അവൻ അല്ലാഹുവിനോട് പറഞ്ഞാലും അത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നാലാമത്തെ വിഭാഗം എന്നത് ഒരു രോഗിയുടെ പ്രാർത്ഥനയാണ്. രോഗി രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ രോഗം ശിഫയാകുന്നത് വരെയുള്ള സമയങ്ങളിലുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നതാണ്. രോഗിയുടെ രോഗം ശമിക്കുന്നത് വരെയുള്ള കാലയളവിൽ അവൻ എന്ത് തന്നെ അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു പ്രത്യേക പരിഗണന നൽകുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നതാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 5ാമത്തെ വിഭാഗം എന്നത് വളരെ പ്രധാനപ്പെട്ടതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ്. ഒരു വ്യക്തി
അവൻ്റെ സഹോദരൻ്റെ അസാന്നിധ്യത്തിൽ സഹോദരന് വേണ്ടിയുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. അതായത് നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അതിന് അള്ളാഹു ഉടനടി പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ 5 വിഭാഗത്തിൽ ഏറ്റവും പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വിഭാഗം എന്നത് നമ്മൾ പറഞ്ഞ അവസാന വിഭാഗമായ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുക. ഇതിന് ഉടനടി പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ 5 വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ആളുകളെ നമ്മൾ ഈ പറഞ്ഞ സമയങ്ങളിൽ കാണുകയാണെങ്കിൽ അവരോട് ദുആ വസിയത്ത് ചെയ്യുക. കൂടാതെ അവരെ പ്രയാസപ്പെടുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആളുകൾക്ക് നമ്മുടെ ഏതെങ്കിലും വാക്കോ പ്രവൃത്തിയോ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്കെതിരായി ദുആ ചെയ്യും. ആ ദുആ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നീടുള്ള നാശത്തിന് കാരണമാവുകയും ചെയ്യും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അൽനൂർ ദിക്ർ ദുആ എന്ന് പറയുന്ന ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ഉപയോഗപ്രദമെന്ന് കണ്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും. ദുആയിൽ